പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം ദൈവത്തിന്റെ വചനമായിട്ടായിരിക്കാൻ സ്വർഗത്തിലെ ദൈവയുടെ ആക്കിയതിനെ ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. നമ്മള് ദൈവത്തെ തിരിച്ചറിയാനായിട്ട് എന്തൊക്കെ മാർഗങ്ങൾ നമ്മൾ ഉപയോഗിച്ചാലും നമുക്ക് വേണ്ട പോലെ അറിയാൻ സാധ്യമല്ല. ചിലപ്പോൾ നമ്മള് ബൈബിള് മണിക്കൂറുകൾ ഇരുന്ന് വായിക്കും, ചിലപ്പോൾ ഒരുപാട് മെസ്സേജുകൾ കേട്ടെന്നിരിക്കും. പക്ഷേ ധാരാളം പ്രസംഗങ്ങൾ കേൾക്കുന്നതോ ഒരുപാട് സമയം നിങ്ങൾ ബൈബിൾ വായിക്കുന്നതോ ഒന്നും കർത്താവിനെ കുറിച്ചുള്ള യഥാർത്ഥ അറിവിലേക്ക് നിങ്ങൾ വരണമെന്നില്ല. കർത്താവിനെ യഥാർത്ഥത്തിൽ വെളിപ്പെടുത്തി തരാനായിട്ട് പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയൂ. ആത്മാവാണ് ക്രിസ്തുവിനെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അതുകൊണ്ട് നമ്മൾ വചനം കേൾക്കണം, വചനം വായിക്കണം. എന്നാൽ അതിനപ്പുറമായി പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നടക്കുന്നവരായി മാറണം. പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നടക്കുമ്പോഴാണ് നമുക്ക് ലഭിക്കേണ്ടതായ യഥാർത്ഥ വെളിപ്പാട് ദൈവത്തെക്കുറിച്ച് നമുക്ക് ലഭിക്കും. ഹല്ലേലൂയ. കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു വലിയ കാര്യമാണ് നാം ഹല്ലേലൂയ ഫലമുള്ളവരായിരിക്കണം, അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കണം. നാം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുക എന്നത് കർത്താവിന്റെ പ്ലാൻ. അതെ, നമ്മളെ വിളിച്ചത് തന്നെ അനുഗ്രഹം അനുഭവിക്കുവാനും അനുഗ്രഹമായിരിക്കുവാനുമായിട്ട് വിളിക്കപ്പെട്ടവർ. നമുക്കറിയാം, ദൈവം അബ്രഹാമിനെ വിളിച്ചപ്പോൾ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പറഞ്ഞത്, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ഒരു വലിയ ജാതിയാക്കും. പിന്നത്തതിൽ അബ്രഹാമിന്റെ കർത്താവ് പറഞ്ഞത്, നീ ഒരു അനുഗ്രഹമായിരിക്കും. പിന്നീട് കർത്താവ് നിന്നെ ഭൂമിയിലെ സകല വംശങ്ങൾ നിന്നാൽ അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ അവിടെ എല്ലാം അനുഗ്രഹത്തെ കുറിച്ച് വീണ്ടും 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 പറഞ്ഞ്, എന്താണ് ഈ അനുഗ്രഹം, അനുഗ്രഹത്തിലേക്ക് എത്തുമ്പോൾ ഇവർ ആരായിത്തീരും, ഇതെല്ലാം അബ്രഹാമിനെ കുറിച്ച് വീണ്ടും കർത്താവ് പറയുക, നീ അനുഗ്രഹിക്കപ്പെട്ടവനായിരിക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. അപ്പൊ കർത്താവിന് ഒരാളെ ഒരു വ്യക്തിയെ വിളിച്ചു കഴിഞ്ഞാൽ കർത്താവിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാകുക, അവൻ അനുഗ്രഹമായി തീരുക. അതാണ് കർത്താവിന്റെ ഹൃദയം. അതാണ് കർത്താവിന്റെ ഹൃദയം. പ്രൈസ് ഗോഡ്. അപ്പൊ ഈ കർത്താവിന്റെ ഹൃദയത്തെ കർത്താവിന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ കടന്നു പോകുന്ന സകല വഴികളിൽ നാം അനുഗ്രഹിക്കപ്പെടും, മാനിക്കപ്പെടും, ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഹല്ലേലൂയ ആമേൻ കർത്താവ് എന്നെ വിളിച്ച വിളിയുടെ അടിസ്ഥാനത്തിലാണ്. അവൻ എന്നെ വിളിച്ചത് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനായിരിക്കുവാനായിട്ടാണ് എന്നെ വിളിച്ചത്. അത് നമ്മൾ തിരിച്ചറിയണം. അപ്പൊ നമ്മുടെ ജീവിതത്തിന് മേലൊരു അനുഗ്രഹത്തിന്റെ ശക്തി കിടപ്പുണ്ട്, അനുഗ്രഹത്തിന്റെ നിറവുണ്ട്, അനുഗ്രഹത്തിന്റെ മഹത്വം നമ്മുടെ മേൽ കിടപ്പുണ്ട്. ഇത് തിരിച്ചറിയണം, ഇതിനെ നമ്മൾ മനസ്സിലാക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മളെ അനുഗ്രഹത്തിലേക്ക് കർത്താവ് വിളിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിലും 4-ാം വാക്യത്തിലും പറയുന്നത്, നമ്മളെ വിളിച്ചു. എന്നാൽ അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം ഇതാണ്, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താൽ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുക. നമ്മൾ വിളിച്ച വിളിയുടെ പുറകിൽ കർത്താവിന്റെ ആഗ്രഹം ഇതാണ്, നാം എല്ലാ വിധത്തിലും അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കും. നമുക്കറിയാം, അനുഗ്രഹം എന്ന് പറയുമ്പോൾ എല്ലായിടത്തും ഫലകരമായിരിക്കുക. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തില് ഇവിടെ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്. പത്രോസ് അത് ഓർമ്മ വന്നിട്ട് പത്രോസ് പറഞ്ഞൊരു കാര്യമാണ്, കർത്താവേ നീ ശപിച്ച അത്തി ഉണങ്ങിപ്പോയി, നീ ശപിച്ച അത്തി ഉണങ്ങിപ്പോയി. അതായത് അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ മർക്കോസിന്റെ സുവിശേഷം 11:14 കർത്താവ് ഇങ്ങനെയാണ് പറഞ്ഞത്, നിന്നിൽ നിന്ന് ഇനി ഒരു നാളും ആരും ഫലം കഴിക്കാതിരിക്കട്ടെ. അതേ കർത്താവ് പറഞ്ഞു. പക്ഷെ പത്രോസ് പറയുക, നീ ശപിച്ച അത്തി. അപ്പൊ കർത്താവ് ഫലമുണ്ടാകാതെ പോകട്ടെ, നിന്നിൽ നിന്ന് ആരും ഫലം കഴിക്കാതെ പോകട്ടെ എന്ന് പറഞ്ഞതിനെ പത്രോസ് പറയുന്നത് നീ ശപിച്ച അത്തി. അപ്പോ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ശാപം എന്ന് പറയുന്നത് ഫലമില്ലാത്ത അവസ്ഥയായി തീരുക, ഫ്രൂട്ട്ലെസ് സിറ്റുവേഷൻ. നമുക്ക് അനേകരെ കാണാൻ സാധിക്കും, ഒരു ഫലമില്ലാത്ത അവസ്ഥ. ജീവിതത്തിൽ എല്ലാം ഓടുന്നുണ്ട്, പക്ഷെ ഫലമില്ല. എന്നാൽ ഫലകരമായി തീരാനായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, ദൈവവചനത്തിൽ ഫലകരമായി തീരാനായിട്ട്, പ്രയോജനമുള്ളവരായി തീരാനായിട്ട് ദൈവവചനത്തിൽ പല കാര്യങ്ങൾ പറയുന്നു. എന്നാൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന 2 വാക്യങ്ങളെ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. യോശുവയുടെ പുസ്തകത്തില് അതിന്റെ 1-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവ് യോശുവയോട് പറഞ്ഞതായ വാക്ക്, അതായത് മോശ മരിച്ചു,
നേതൃസ്ഥാനത്തു നിന്ന് മോശ മാറി ആ സ്ഥാനത്തേക്ക് യോശുവയെ സ്ഥാപിക്കപ്പെട്ടതായ സമയത്ത് ദൈവം പറയുന്ന കാര്യം ഇതാണ്. അതിന്റെ 7-ാം വാക്യം 8-ാം വാക്യം. എന്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യമുള്ളവനായി മാത്രം ഇരിക്കാം. ചെല്ലുന്നിടത്തൊക്കെയും നീ ശുഭമായിരിക്കേണ്ടതിന് അത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെ ഒക്കെയും പ്രമാണിച്ചു നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായും ഇരിക്കും. അപ്പൊ യോശുവയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യ നിർവഹണത്തിലേക്ക് യോശുവ പ്രവേശിക്കുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ്. അതായത് ദൈവജനത്തെ വാഗ്ദത്ത ദേശത്ത് എത്തിച്ചു. ആ വാഗ്ദത്ത ദേശത്തെ അവർക്ക് വിഭാഗിച്ചു കൊടുക്കുക. ഇത്രയും കാലം അവർക്ക് നേതാവായിരുന്ന, അല്ലെങ്കിൽ മോശ എന്ന് കേൾക്കുമ്പോൾ തന്നെ അവർക്കറിയാം അത്ഭുതങ്ങളും അടയാളങ്ങളും മോശയിലൂടെ ദൈവം പ്രവർത്തിച്ചത് ജനം കണ്ണുകൊണ്ട് കണ്ടത്. ശക്തിയേറിയ ഒരു സാമ്രാജ്യത്തിന്റെ മുമ്പിലാണ് വെല്ലുവിളിച്ചു നിൽക്കാനായിട്ട് മോശയെ ദൈവം ഉപയോഗിച്ചത്. വലിയ ഒരു സാമ്രാജ്യ ശക്തിയുടെ കയ്യിൽ നിന്നാണ് ജനത്തെ വിടുവിച്ചെടുത്തത്. പിന്നത്തതിൽ വലിയ ചെങ്കടലിനെ വിഭാഗിച്ച് ജനത്തെ നടത്തി. മോശയ്ക്ക് വിരോധമായി ഒരു വാക്ക് പറഞ്ഞാൽ അപ്പോൾ തന്നെ സ്വർഗം പ്രതികരിക്കുന്ന കാലഘട്ടം. തീ ഇറങ്ങുന്നു, ഭൂമി പിളർന്നു വിഴുങ്ങുന്നു, കുഷ്ഠരോഗം വരുന്നു, സർപ്പം ആളുകളെ കടിച്ച് മരിക്കുന്നു. ആ തലത്തിലുള്ള, അതായത് ദൈവത്തിന്റെ അസാമാന്യ ശക്തിയെ കണ്ട ഒരു ജനമാണ് ഈ ജനം. ആരിലൂടെ? മോശയിലൂടെ. പക്ഷെ ഇപ്പോ അത്രയും കണ്ടിട്ട് പോലും മോശയോടും എതിർത്ത് നിന്നു, ദൈവത്തോടും എതിർത്ത് നിന്ന ഒരു ജനം, അവരുടെ തലമുറയാണ് ഇവർ. പക്ഷെ ഇവിടെ പ്രത്യേകതകളൊന്നും പറയാനില്ലാത്ത യോശുവ ഒരു കാര്യം പറയാനുള്ളൂ: മോശയുടെ കൈക്ക് വെള്ളമൊഴിച്ചവൻ, അതേ ഉള്ളൂ. ആ യോശുവ ഇവിടെ ഇപ്പോ ഒരു ദൗത്യമായിട്ട് വന്ന് നിൽക്കുകയാണ്. എങ്ങനെ? ദൈവം വാഗ്ദത്തം ചെയ്ത ദേശത്തെ ഇവർക്ക് അവകാശമാക്കി കൊടുക്കുക. ഒരു വലിയ ടാസ്ക് ആണ്, വലിയ ഉത്തരവാദിത്വം. ആ വലിയ ഉത്തരവാദിത്വം യോശുവ ഏറ്റെടുത്തിരിക്കുമ്പോൾ യോശുവയോട് കർത്താവ് പറയുക, നീ ചെയ്യുന്ന കാര്യമെല്ലാം സാധിക്കണമെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം. ഞാൻ മോശയോട് കൽപ്പിച്ച ന്യായപ്രമാണമൊക്കെ നീ ധ്യാനിക്കണം, നീ വായിക്കണം, നീ മനസ്സിലാക്കണം. നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്, ഹൃദയത്തിൽ നിന്ന് മാറിപ്പോകരുത്. നീ ചെയ്യുന്നതൊക്കെയും സാധ്യമായി തീരണമെങ്കിൽ നിന്നിൽ ഉണ്ടാകേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ കാര്യങ്ങളൊക്കെ, ഈ പറഞ്ഞ വാക്യങ്ങളൊക്കെ, ഈ പറഞ്ഞ ന്യായപ്രമാണമൊക്കെ നീ കൂടെ ധ്യാനിക്കണം, കൂടെ പറയണം. അത് പറയുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നീ ചെയ്യുന്നിടത്തെല്ലാം, നീ ചെല്ലുന്നിടത്തെല്ലാം സാധ്യതയുണ്ടാകും, കൃതാർത്ഥനായിരിക്കും. അപ്പൊ അവിടെ ഇവൻ ചെയ്യുന്ന കാര്യങ്ങൾ സാധ്യമാകാനായിട്ട് ദൈവം പറഞ്ഞൊരു കാര്യമാണ് ന്യായപ്രമാണത്തിലാവുമ്പോൾ ധ്യാനിക്കണം. എന്നാൽ അത് തന്നെ നമുക്ക് സങ്കീർത്തനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. സങ്കീർത്തനം 1-ാം അധ്യായത്തില് നമ്മൾ ആ വചനത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. അവിടെ 2-ാമത്തെ വാക്യവും അതിന്റെ 3-ാമത്തെ വാക്യവും, കർത്താവിന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവനെ കുറിച്ച് പറയുന്നത്, അവൻ രാത്രിയെഴുത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. അപ്പൊ ന്യായപ്രമാണത്തെ ധ്യാനിച്ചാൽ അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. അപ്പം ആറ്റിലെഴുത്ത് നട്ടിരിക്കുന്നു, തക്കകാലത്ത് ഫലം കായ്ക്കുന്നു. ഇതൊക്കെ ന്യായപ്രമാണത്തെ ഇടപെടാതെ ധ്യാനിക്കുന്നവന് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന അനുഗ്രഹമാണ്. എന്ത് ചെയ്യണം? ന്യായപ്രമാണത്തെ രാവും പകലും ധ്യാനിക്കണം. ചെയ്യുന്നതൊക്കെയും സാധിക്കും. ഒരു കാര്യവും നഷ്ടമാകത്തില്ല, ഒരു കാര്യവും പ്രയാസമാകത്തില്ല. നമുക്കിവിടെ ഈ രണ്ട് ഭാഗത്തും യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 7-ാം വാക്യം 8-ാം വാക്യത്തിലും, സങ്കീർത്തനങ്ങൾ 1-ാം അധ്യായം 2-ാം വാക്യം 3-ാം വാക്യത്തിൽ 2-ാം വാക്യത്തെ 3-ാം വാക്യം, ഈ 1-ാം അധ്യായത്തിൽ, സങ്കീർത്തനം 1-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങളിൽ കർത്താവിന്റെ ന്യായപ്രമാണത്തെ ധ്യാനിക്കുന്നവനെ കുറിച്ച് പറയുന്നത് പോലെ തന്നെയാണ് യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 7-ാം വാക്യത്തിലും 8-ാം വാക്യത്തിലും പറഞ്ഞിരിക്കുന്നത്. അവിടെ ചെയ്യുന്നതൊക്കെയും സാധിക്കും, ഒരു കാര്യത്തിലും വീഴ്ച വരത്തില്ല. ചെയ്യുന്ന സകല കാര്യങ്ങളിലും സാധ്യതയുണ്ട്, കാര്യപ്രാപ്തി ഉണ്ടാകും, ചെയ്യുന്നതൊക്കെയും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. അത് നിശ്ചയമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. അതായത് പ്രിയപ്പെട്ട, ഇന്ന് നമ്മൾ ആരാ ആഗ്രഹിക്കാത്ത നമ്മൾ ചെയ്യുന്നതൊക്കെ സാധിക്കണമെന്ന്?
ചിലര് പറയുന്നത് കേട്ടിട്ടില്ല, ഞാൻ തൊടുന്ന കാര്യമെല്ലാം പ്രശ്നമാവും, ഞാൻ തൊടുന്ന കാര്യമെല്ലാം ആകെ കുഴപ്പമാവും. ഞാൻ വളരെ ആഗ്രഹത്തോടെ കാര്യങ്ങൾ ചെയ്യുന്നത്, വളരെ സമർപ്പണത്തോടെ വലിയ പ്രത്യാശയോടെ കാര്യം ചെയ്യുന്നത്, പക്ഷെ അവസാനം എല്ലാം കുഴപ്പത്തിലായി. ചിലർ പറയുന്ന കേട്ടിട്ടുണ്ട്, അവരുടെ ബന്ധങ്ങൾ, അവർ ചെയ്യുന്ന കാര്യങ്ങൾ, അവരുടെ ജീവിതം മുഴുവൻ കുഴപ്പത്തിലാണ്, മുഴുവൻ പ്രശ്നത്തിലാണ്. പലരും പറയുന്ന ഒരു കാര്യം. അപ്പൊ ഇവിടെ നമുക്ക് നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്ക് അടുത്ത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ശാപം എന്ന് പറയുന്നതിനെ പലപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നത് ഫലമില്ലാത്ത അവസ്ഥ, എല്ലാം പ്രതികൂലമായിട്ട് നിൽക്കുന്ന അവസ്ഥ. പക്ഷെ അനുഗ്രഹം എന്ന് പറയുമ്പോഴും ചെയ്യുന്നതെല്ലാം സാധിക്കുന്നു, തൊടുന്ന കാര്യങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടുന്നു, ചെയ്യുന്ന കാര്യങ്ങളിൽ, പോകുന്ന കാര്യങ്ങളിൽ, വരുന്ന കാര്യങ്ങളിലെല്ലാം അനുഗ്രഹം 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 ഇങ്ങനെ വിശാലമായി മാറുക. അതിനെ അവരെന്തു പറയും? ദൈവം ആ വ്യക്തി അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ആ വ്യക്തി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നാം തൊട്ട് കഴിഞ്ഞാൽ, ആ വ്യക്തിയെ കണ്ടാൽ, ആ വ്യക്തി ചെയ്യുന്ന കാര്യങ്ങൾ, ആ വ്യക്തിയാണോ കാര്യം ചെയ്യുന്നത്, എന്നാൽ അത് സക്സസ് ആയിരിക്കും. കാരണം അവനൊരു അനുഗ്രഹമാണെന്ന് അവനെ കുറിച്ച് വിധിച്ചിരിക്കുക. അപ്പൊ ഇവിടെ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ ചേർത്ത് വെക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മളെ ചേർന്ന് നടക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? ഹല്ലേലൂയ. അവന്റെ ന്യായപ്രമാണത്തെ രാവും പകലും ധ്യാനിക്കും. ന്യായപ്രമാണത്തെ രാവും പകലും ധ്യാനിക്കുക. അപ്പൊ ഈ ന്യായപ്രമാണത്തെ രാവും പകലും ധ്യാനിക്കുക എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു ഭൂമിയിൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ ന്യായപ്രമാണത്തെ നീക്കാനല്ല നിവർത്തിപ്പാനാണ്. ന്യായപ്രമാണത്തെ നീക്കാനല്ല നിവർത്തിപ്പാൻ. അപ്പൊ യേശുക്രിസ്തു ന്യായപ്രമാണത്തെ എന്ത് ചെയ്തു? നിവർത്തിച്ചു. അതുകൊണ്ട് തന്നെ നമുക്ക് റോമാലേഖനം 10-ാം വാക്യം എങ്ങനെ പറയുന്നു? വിശ്വസിക്കുന്നവർ നീതീകരിക്കപ്പെടേണ്ടതിന് യേശു ന്യായപ്രമാണത്തിന്റെ അവസാനം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ന്യായപ്രമാണം ക്രിസ്തുവിൽ അവസാനിച്ചു. ക്രിസ്തുവിൽ അവസാനിച്ചു. അതുപോലെ തന്നെ നമുക്ക് ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുന്നില്ല. അത് 5:16 പറയുമ്പോൾ 5:18 പറയുന്നത് ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു എങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന്റെ കീഴ് ഉള്ളവർ അല്ല. അപ്പൊ നമ്മൾ ന്യായപ്രമാണത്തിന് കീഴല്ല. ന്യായപ്രമാണത്തെ രാവും പകലും ധ്യാനിച്ചാൽ അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. അപ്പൊ ന്യായപ്രമാണത്തെ അനുസരിക്കണമെങ്കിൽ നമ്മൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരായിരിക്കും. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരെങ്കിൽ നമ്മൾ ന്യായപ്രമാണത്തിന് കീഴല്ല. നമ്മൾ ആരാണ്? റോമാലേഖനം 8-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്ന അനുസരിച്ച് ആത്മാവ് നടത്തുന്ന ഏവനും ദൈവത്തിന്റെ മക്കൾ. അപ്പൊ ദൈവത്തിന്റെ മക്കളാകണമെങ്കിൽ ന്യായപ്രമാണത്തെ അനുസരിച്ച് നടക്കുന്നവരായിരിക്കരുത്. കാരണം നമ്മൾ ന്യായപ്രമാണത്തിന് കീഴല്ല. ന്യായപ്രമാണത്തിന് കീഴിൽ എന്തേ ഉള്ളൂ? പ്രവൃത്തിയിൽ അധിഷ്ഠിതമായ അനുസരണമേ ഉള്ളൂ. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, ആ പറയുന്ന 10 കൽപ്പനകൾ, ശബത്ത്, യഹോവയെ ആരാധിക്കുന്ന ക്രമങ്ങൾ, മാതാപിതാക്കളെ ബഹുമാനിക്കുന്നത്, മോഹിക്കരുത്, ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു വരുമ്പോൾ ഇത് പ്രവൃത്തിയിൽ അധിഷ്ഠിതമാണ്. ചെയ്യാതിരുന്നാൽ മതി. പക്ഷേ പുതിയ നിയമത്തിൽ ചെയ്യാതിരിക്കുക എന്നതല്ല പ്രത്യേകത ഇരിക്കുന്നത്. അവിടെ പറയുന്നത് വളരെ വ്യക്തമായി പറയുന്നത് ഇങ്ങനെയാണ്: ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുന്നില്ല. ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴല്ല. കാരണം ചിന്തിച്ചു നോക്കുക, ഒരു നിൽക്കുന്ന ഒരു വ്യക്തിയോട് വീണ്ടും നിൽക്കാൻ പറയേണ്ട കാര്യമില്ല. ആ വ്യക്തി നിൽക്കുക. അപ്പൊ അങ്ങനെ ഒരു കൽപ്പന പുറപ്പെടുവിക്കേണ്ടി വരുന്നത് എപ്പോഴാണ്? ഇരിക്കുന്ന വ്യക്തിയോട് എഴുന്നേൽക്കുക എന്ന് പറയുന്നത്. അതായത് ന്യായപ്രമാണത്തിന്റെ കീഴിൽ ചെയ്യരുത് എന്ന് പറയാൻ കാരണം ചെയ്യാൻ ഒരു ടെൻഡൻസി അവന്റെ അകത്ത്, ചെയ്യുന്ന ഒരു പ്രകൃതം അവന്റെ അകത്തുള്ളതുകൊണ്ട്. പക്ഷെ ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ സംഭവിച്ച കാര്യം, എന്റെ മോഹം അവിടെ തീർന്നു. എന്റെ അകത്ത് ഈ പാപം ചെയ്യാനുള്ള ഡിസയർ, പാപം ചെയ്യാനുള്ള ആഗ്രഹത്തെ സ്റ്റോപ്പ് ചെയ്തു പരിശുദ്ധാത്മാവ്. ഞാൻ ആത്മാവിൽ നടത്തപ്പെടുന്നു. അപ്പൊ ആത്മാവിൽ ഞാൻ നടത്തപ്പെടുന്നവനായി മാറിയപ്പോ, ആത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു സ്റ്റാറ്റസിലേക്ക്, ആ ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോ, ഇന്ന് പ്രവർത്തികളിലുള്ള വിശുദ്ധി അല്ല എന്നിൽ ഉണ്ടാകുന്നത്, ആത്മാവ് വിശുദ്ധീകരിക്കപ്പെട്ടു.
അകത്ത് ശുദ്ധി ഉണ്ടായി, അകത്ത് ഞാൻ ക്ലീനായി, അകത്ത് ദൈവപ്രവൃത്തി എന്നിൽ വെളിപ്പെട്ടു. അതാണ് കർത്താവ് പറഞ്ഞത്, ഒരു സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവൻ പാപം ചെയ്തു. അപ്പൊ ഇവിടെ വിശുദ്ധി ന്യായപ്രമാണം പ്രവൃത്തിയിൽ അധിഷ്ഠിതമായതാണ്. എന്നാൽ ആത്മാവിന്റെ പ്രമാണം ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തിലെ ചിന്തകളും നിരൂപണങ്ങളുടെ അടിസ്ഥാനത്തിൽ. ഹല്ലേലൂയ. അവിടെ അതായത് അവിടെയാണ് മാറ്റം ഉണ്ടായത്. അവിടെ മാറ്റം ഉണ്ടായിട്ട് ആത്മാവിലാൽ നടത്തപ്പെടുന്ന തലത്തിലേക്ക് മാറി. അതായത് നമുക്ക് മനുഷ്യനെ ദൈവം നമുക്ക് മനസ്സിലാക്കുന്ന ദേഹം, ദൈവീയാത്മാവ്, 3 തലത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് തന്നെയാണ് ദേവാലയത്തിൽ കാണുന്നത്. പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. പ്രാകാരത്തില് എല്ലാ പ്രകാശവും എല്ലാ ബഹളവും ഉണ്ട്. പക്ഷെ വിശുദ്ധ സ്ഥലത്ത് അങ്ങനെ ബഹളങ്ങളില്ല. പക്ഷെ അവിടെ വെളിച്ചമുണ്ട്, മന്നയുണ്ട്, അതുപോലെ തന്നെ സുഗന്ധമുണ്ട്. ഇത് 3 അവിടെ ഉണ്ടെങ്കിലും ഇത് മനുഷ്യനിർമ്മിതമാണ്. അവിടുത്തെ വെളിച്ചം മനുഷ്യനിർമ്മിതം, അവിടുത്തെ സുഗന്ധം മനുഷ്യനിർമ്മിതം, അവിടുത്തെ അപ്പം മനുഷ്യനിർമ്മിതം. എന്നാൽ അതിവിശുദ്ധ സ്ഥലത്ത് അവിടുള്ള പ്രകാശം മനുഷ്യനിർമ്മിതമല്ല. അവിടുത്തെ അപ്പം, അവിടെ വെച്ചിരിക്കുന്ന വചനം ദൈവനിർമ്മിതമാണ്. അവിടുള്ള സുഗന്ധം ദൈവനിർമ്മിതമാണ്. അപ്പൊ ഇത് നമ്മുടെ ആത്മാവിനെ കാണിക്കുന്നു. നമ്മുടെ ചിന്തകൾ, നമ്മുടെ മനസ്സ് പലപ്പോഴും മനുഷ്യ നിയന്ത്രണത്തിന്, മനുഷ്യന്റെ സൃഷ്ടിയ ലോകത്തിലെ ചുറ്റുപാടുകളെ കണ്ടിട്ട് അതിനാൽ നമ്മൾ നയിക്കപ്പെടുക. എപ്പോഴാണോ ആത്മാവിനാൽ നമ്മുടെ ചിന്തകൾ നയിക്കപ്പെടുന്നത്, അപ്പോൾ നമ്മുടെ മോഹം നമ്മൾ നിവർത്തിക്കുന്നില്ല. പ്രൈസ് ഗാഡ്. ആത്മാവിലെ നയിക്കപ്പെടുന്നവരായി മാറുക. അപ്പൊ ഈ ആത്മാവിലെ നയിക്കപ്പെടുക, അവിടെയാണ് നാം ദൈവത്തിന്റെ മക്കളെന്ന അതിശ്രേഷ്ഠമായതും യഥാർത്ഥമായതുമായ പാതയിലേക്ക് നാം എത്തുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ആ ഒരു പ്രധാന പദവിയിലേക്ക് നാം എത്താനായിട്ട് ഹല്ലേലൂയ നമ്മൾ ആത്മാവിലെ നടത്തപ്പെടുന്നവരായി മാറും. അപ്പൊ ആത്മാവിലെ നടത്തപ്പെടുന്നവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ന്യായപ്രമാണത്തെ ധ്യാനിച്ചു നടന്നാൽ ചെയ്യുന്നതൊക്കെയും സാധിക്കും. എന്നാൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുക, ന്യായപ്രമാണം കഴിഞ്ഞു, നമ്മൾ ന്യായപ്രമാണത്തിന് കീഴല്ല. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ന്യായപ്രമാണത്തിന് കീഴല്ല എങ്കിൽ നമ്മൾ ചെയ്യുന്നതൊക്കെ എങ്ങനെ സാധിക്കും? എങ്ങനെ സാധിക്കും? നമുക്ക് ദൈവജനത്തിൽ വായിക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഉൽപ്പത്തി പുസ്തകം, അതില് നമുക്ക് യാക്കോബിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 30-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം. ലാബാൻ യാക്കോബിനോട് പറയുക, ലാബാൻ അവനോട്, നിനക്ക് എന്നോട് ദയവുണ്ടെങ്കിൽ പോകരുതേ, നിന്റെ നിമിത്തം യഹോവ എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് എനിക്ക് ബോധ്യമായിരിക്കും. 30-ാമത്തെ വാക്യം, ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായം 30-ാം വാക്യം. ഞാൻ വരും മുമ്പേ നിനക്ക് അല്പമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ അത് അത്യന്തം വർദ്ധിച്ചിരിക്കുന്നു, ഞാൻ കാൽ വെച്ചിടത്തൊക്കെയും യഹോവ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇത് യാക്കോബ് പറയുന്ന കാര്യമാണ്. യാക്കോബ് അങ്ങനെ പറയുമ്പോൾ നമുക്ക് യോസഫിനെ കുറിച്ച് നമുക്ക് വായിക്കാനായിട്ട് കഴിയും. അതിന്റെ ഉൽപ്പത്തി പുസ്തകത്തിന്റെ തന്നെ 39-ാം അധ്യായത്തില് 39-ാം അധ്യായത്തില് അതിന്റെ 2-ാം വാക്യം, 2-ാം വാക്യവും 3-ാം വാക്യം. യഹോവ യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി മിസ്രൈമിലെ യജമാനന്റെ വീട്ടിൽ പാർത്തു. യഹോവ അവനോട് കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നു എന്നും അവന്റെ യജമാനൻ കണ്ടു. 21-ാം വാക്യവും 23-ാം വാക്യവും വായിക്കും. എന്നാൽ യഹോവ യോസേഫിനോട് കൂടെ ഇരുന്നു, കാരാഗൃഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്കവണ്ണം അവന് കൃപ നൽകി. 23-ാം വാക്യം. യഹോവ അവനോടുകൂടി ഇരുന്ന് അവൻ ചെയ്യുന്നതൊക്കെയും സഫലമാക്കിക്കൊണ്ട് അവന്റെ കൈക്കീഴുള്ള യാതൊന്നും കാരാഗൃഹ പ്രമാണി നോക്കിയില്ല. അപ്പൊ നമ്മള് മുമ്പ് ദൈവജനത്തിൽ കണ്ടു, ന്യായപ്രമാണത്തെ നീ ചെയ്യുന്നതൊക്കെയും സാധിക്കേണ്ടതിന് ന്യായപ്രമാണത്തെ രാവും പകലും ധ്യാനിക്കണം. എന്നാൽ യോസെഫിന്റെയും യാക്കോബിന്റെയും ജീവിതത്തില് സകലതും സാധ്യമാകാൻ കാരണം പറയുന്നത് യഹോവ അവന്റെ കൂടെ ഇരുന്നത് കൊണ്ട്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് നാം ചെയ്യുന്നതൊക്കെയും സാധ്യമാകണമെങ്കിൽ, ഹല്ലേലൂയ, നാം ചെയ്യുന്ന കാര്യമൊക്കെ സാധ്യമാകണമെങ്കിൽ, ഹല്ലേലൂയ, നമുക്ക് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട
വളരെ പ്രധാനപ്പെട്ട കാര്യം, ദൈവം നമ്മോട് കൂടെ എന്ന ബോധ്യം നമുക്കുണ്ടാകണം. ദൈവം എൻ്റെ കൂടെ ഉണ്ടാകും. ദൈവം എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ചെയ്യുന്നതൊക്കെയും സാധ്യമാകും എന്ന ബോധ്യം. ഹല്ലേലൂയ. ഇന്ന് ജീവിതത്തിനകത്ത് നിങ്ങൾ എവിടെയെങ്കിലും അനുഗ്രഹം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ന്യായപ്രമാണത്തെ ധ്യാനിച്ചു കൊണ്ടിരിക്കുക എന്നതല്ല ഇവിടെ പ്രസക്തി. ആത്മാവിൽ നയിക്കപ്പെടുക എന്നുള്ളത്. ആത്മാവിൽ നയിക്കപ്പെടുന്ന വ്യക്തി ചെയ്യുന്നതൊക്കെയും സാധിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ഇവിടെ യോസഫിന്റെ ജീവിതത്തിൽ ന്യായപ്രമാണ കാലഘട്ടമല്ല, ന്യായപ്രമാണമില്ല. യാക്കോബിന്റെ കാലത്ത് ന്യായപ്രമാണമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ന്യായപ്രമാണത്തിന് മുമ്പ് അവർ ചെയ്യുന്നതൊക്കെയും സാധിക്കാൻ കാരണം എന്താ? ദൈവം അവരുടെ കൂടെ ഇരുന്നത് കൊണ്ട്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്നതൊക്കെ സാധ്യമാകാൻ ഒരൊറ്റ കാരണമേ ഉള്ളൂ, ദൈവം നമ്മോട് കൂടെ ഉള്ളത് കൊണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശുവിന്റെ ജനനത്തിൽ പറഞ്ഞത് ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് അവന് പേർ വിളിക്കും. പിന്നെ നമ്മൾ ചെയ്യുന്നതെല്ലാം സാധ്യമാകാൻ സാധിക്കുവാനുള്ള ഒരൊറ്റ കാരണമേ ഉള്ളൂ, ദൈവം നമ്മോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മള് പാപത്തെക്കുറിച്ച് ഞാൻ പാപിയാണ്, ഞാൻ കുറവുള്ളവനാണ്, അതുകൊണ്ട് എനിക്ക് രോഗമുണ്ട്, എനിക്ക് പ്രശ്നമുണ്ട്, എനിക്ക് പ്രയാസമുണ്ട്. നമ്മൾ എത്രത്തോളം ആ വിഷയത്തെ ഇങ്ങനെ ചിന്തിച്ച് അതിനെ പെരുപ്പിക്കുന്നു, അത്രത്തോളം നമ്മുടെ അകത്ത് നിരാശയും പ്രയാസങ്ങളും കയറി പിടിക്കും. എന്നാൽ നമുക്കൊരു ബോധ്യം ഉണ്ടാകണം, കർത്താവിൽ ആശ്രയിക്കുന്ന എനിക്ക് റെസ്റ്റ്. അതായത് ഞാൻ ചെയ്യുന്നതൊക്കെയും സാധിക്കുക എന്നത് എവിടെയാ വരുന്നതെന്ന് അറിയാമോ? എബ്രായ ലേഖനം അതിന്റെ 4-ാം അധ്യായം 2-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കും. അവര് നമ്മളെപ്പോലെ സദ്വർത്തമാനം കേട്ടവരാ, പക്ഷെ അവർ വിശ്വസിക്കാത്തത് കൊണ്ട് അതവർക്ക് ഉപകാരമായി വന്നില്ല. എന്നാൽ അതിന്റെ എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം പറയുന്നത് ഇങ്ങനെയാണ്, അതിന്റെ 2-ാം ഭാഗത്ത് ഇങ്ങനെയാണ് പറയുന്നത്, ലോകസ്ഥാപനത്തിങ്കിൽ തന്നെ പ്രവൃത്തികൾ സമാപിച്ചിട്ട് നിവൃത്തിയായിട്ടും കർത്താവ് പറഞ്ഞു അവരെന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നില്ല. അപ്പൊ ലോകസ്ഥാപനത്തിങ്കിൽ തന്നെ ദൈവത്തിന്റെ പ്രവൃത്തി നിവൃത്തിയാണ്. ലോകസ്ഥാപനത്തിങ്കിൽ തന്നെ പ്രവൃത്തി നിവൃത്തിയാണ്. അപ്പൊ അവിടെ നിവർത്തി, അനുഗ്രഹത്തിന്റെ അടയാളം എന്താണെന്നറിയോ? നമ്മള് നിവൃത്തിയായ പ്രവൃത്തിയാണ് നാം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് റിസൾട്ട് വന്ന കഴിഞ്ഞ കാര്യമാണ് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കർത്താവ് പറഞ്ഞു നീ അങ്ങോട്ട് അതായത് എരിഹോ മതിലിന്റെ അങ്ങോട്ട് പോയപ്പോ ദൈവം പറഞ്ഞ കാര്യം, ഞാൻ തന്നിരിക്കുന്നു. നിവൃത്തിയായ കാര്യമാണ് അവര് ചെയ്തത്. പറഞ്ഞ് നിവൃത്തിയായി, ചെന്ന് പ്രാപിച്ചു, അത്രേ ഉള്ളൂ. അപ്പൊ സൗഖ്യമായി എന്ന് പറഞ്ഞത് അത് പറഞ്ഞിരിക്കുക, പറഞ്ഞ് നിവൃത്തിയായി, അത് ഞാൻ പ്രാപിക്കുന്നു. നിനക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. നിന്റെ ആവശ്യങ്ങളെല്ലാം ക്രിസ്തു തന്റെ ധനത്തിനൊത്തോളം തീർത്തു തരും, മഹത്വത്തോടെ തീർത്തു തരും. അത് വാക്കാണ്, അതിന്റെ നിവൃത്തിയിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അതായത് 38 വർഷം ഒരുവൻ കുളക്കരയിൽ കിടന്നു. അവനൊന്നും ചെയ്യാനില്ല, അവൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ചെയ്ത കാര്യം എന്താ? പലവട്ടം ട്രൈ ചെയ്തു ആ കുളത്തിനടുത്ത് എത്താനായിട്ട്, ഒന്ന് ചാടാനായിട്ട്, സൗഖ്യം പ്രാപിക്കാനായിട്ട്. പലരോടും ആവശ്യപ്പെട്ടു, ഒന്ന് സൗഖ്യമാക്കാമോ, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ. ആരും സഹായിച്ചില്ല. അപ്പൊ ആരും സഹായിച്ചില്ല, ആരുടെയും സഹായം ലഭിച്ചില്ല. അവന് ശ്രമിച്ചിട്ടും അവന്റെ ശ്രമം പരാജയപ്പെട്ടു. അപ്പോഴവന് ശരിക്കും പറഞ്ഞാൽ ഒരു പണിയും ചെയ്യാതിരിക്കുക, ഇതുവരെ വേണ്ട പോലെ ഒരു പണിയും ചെയ്തിട്ടില്ല. എന്നാൽ ശബത്ത് ദിവസം കർത്താവ് നിന്നിട്ട് പറഞ്ഞു നീ കിടക്കെടുത്ത് നടക്കാൻ. അപ്പോൾ ഇവനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നാളും അവൻ ചെയ്ത പ്രവൃത്തിയെല്ലാം ഒന്നും ചെയ്തില്ലെങ്കിലും ചെയ്യാതെ തന്നെ അസ്വസ്ഥനായിരുന്നു. പക്ഷെ ഇപ്പോ അവൻ കിടക്കെടുത്ത് നടക്കുന്നത് സ്വസ്ഥതയോടെ. യഥാർത്ഥത്തിൽ ശബത്ത് എന്താ? പണി ചെയ്യാതിരിക്കുന്നതല്ല, സ്വസ്ഥതയോടെ പണി ചെയ്യുന്നതാണ്. പ്രൈസ് ഗോഡ്. അപ്പൊ അവിടെ ഇതുവരെയും അവൻ ശബത്തിലല്ല, അവിടെ ഉണ്ട്, അവിടെ ശീലോകാം കുളക്കരയിലാണ് അവൻ കിടക്കുന്നത്. പക്ഷെ അവന് ശബത്ത്, ആ സ്വസ്ഥതയിലേക്ക് അവൻ വരാൻ സാധിച്ചില്ല. പക്ഷെ ഇവിടെ കർത്താവ് അവന്റെ ജീവിതത്തിൽ ചെയ്തൊരു കാര്യം, ശബത്തിലേക്ക് അവനെ കൊണ്ടുവന്നു. ആ ദിവസത്തിലേക്കല്ല, സ്വസ്ഥതയിലേക്ക്. എന്നാൽ അവൻ കിടക്കെടുത്ത് നടന്നു. ഇതുവരെ അവൻ ചെയ്തിട്ടില്ല. അവൻ ആദ്യമായിട്ട് കിടക്കെടുത്ത് നടന്നു. കഴിഞ്ഞ 38 വർഷം അവൻ അസാധ്യമായിരുന്നതിന് അവൻ ചെയ്യാൻ തുടങ്ങി. ശബത്തിൽ ദൈവത്തിന്റെ യഥാർത്ഥ ശബത്തിന്റെ, ആമേൻ, കർത്താവ് പറഞ്ഞ പോലെ മനുഷ്യപുത്രനും ശബത്തിനും കർത്താവാകുന്നു പറഞ്ഞവൻ അവിടെ വന്ന് നിന്നപ്പോൾ അവന്റെ ശബത്ത് അർത്ഥപൂർണമായി തീർന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിനകത്ത്
നാം ചെയ്യുന്നതെല്ലാം സാധിക്കണമെങ്കിൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. അനുഗ്രഹമായി ജീവിക്കണമെങ്കിൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. കർത്താവ് പറഞ്ഞ വാക്കിന് വിശ്വസിക്കുക. നാം ചെയ്യുന്നത് അവൻ പറഞ്ഞ വാക്കിന്റെ മേലാണ് പ്രവർത്തിക്കുന്നത്. അല്ലാതെ ഹല്ലേലൂയ നിറവേറിയ കാര്യം അവൻ പറഞ്ഞു, നമ്മളതിൽ പ്രവർത്തിക്കുന്നു, അത്രേ ഉള്ളൂ. ഹല്ലേലൂയ, ആമേൻ. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണെന്നൊന്ന് വിശ്വസിക്കാം. അന്ന് ഞാനത് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞിട്ട് നിർത്താൻ ആഗ്രഹിക്കുക. എരിഹോ മതിലിലേക്ക് അവർ പോകുമ്പോൾ, എരിഹോ പട്ടണത്തിലേക്ക് കർത്താവ് പോകുമ്പോൾ, ആ ജനം പോകുമ്പോൾ കർത്താവ് പറഞ്ഞ കാര്യമാണ്, ഞാനത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. അവര് ചെന്ന് പ്രവർത്തിച്ചത് എന്താ? അവൻ പ്രവർത്തിച്ച് തീർന്ന കാര്യത്തിൽ അവർ പ്രവർത്തിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സൗഖ്യം കഴിഞ്ഞതാ, നിങ്ങൾ സൗഖ്യമായതാ. യേശുവിന്റെ അടിപ്പിണരാൽ നിങ്ങൾ സൗഖ്യമായതാ. അപ്പൊ നിങ്ങളുടെ ശരീരത്തോട് രോഗമോ, അത് പിശാചിന്റെ ഭോഷ്ക. അവൻ നുണ പറയുന്നവനും നുണയുടെ അപ്പനോ പിശാച്. നിങ്ങളുടെ സൗഖ്യമായവൻ, ഒരു രോഗവും നിങ്ങളുടെ മേൽ വാഴത്തില്ല. യേശുവിന്റെ അടിപ്പിണര് സത്യമെങ്കിൽ നിങ്ങളുടെ സൗഖ്യം സത്യം. യെസ്, അവൻ മരത്തിൽ തൂങ്ങി മരിച്ചതാണെങ്കിൽ നിങ്ങളുടെ ശാപം മാറി നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു എന്നത് സത്യമാണ്. നിങ്ങളത് വിശ്വസിച്ചേ സ്വസ്ഥതയോടെ ഇരുന്ന് ധൈര്യത്തോടെ മുന്നോട്ട് പോകാം. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാമോ? ഇപ്പൊ തന്നെ നിങ്ങളിൽ അത്ഭുത സൗഖ്യങ്ങൾ തരാനായിട്ട് കർത്താവിന് കഴിയും. വിശ്വാസത്തോടെ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവ്, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ, കർത്താവേ ഹല്ലേലൂയ, എന്നോട് കൂടെ പ്രാർത്ഥിക്കുന്നു, എന്നോട് കൂടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ അസ്വസ്ഥമായ മനസ്സോടുകൂടെ, ശാപത്തെ ഭയന്ന്, ശാപത്തിന്റെ കീഴിലാണെന്നുള്ള ഭാരത്തോടെ ആരെയും എന്നെ കാണുന്നെങ്കിൽ, യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ അനുഗ്രഹത്തിന്റെ സ്വസ്ഥത, ആ യഥാർത്ഥ ശബത്താകുന്ന അനുഗ്രഹം, യഥാർത്ഥ ശബത്താകുന്ന സ്വസ്ഥത അവരുടെ ജീവിതത്തിലേക്ക് ഒഴുകാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ കർത്താവ് അവസ്ഥകൾ മാറട്ടെ, അനുഗ്രഹമായി അവർ തീരുവാനായിട്ട് യേശുവിന്റെ നാമത്തിൽ അവരെ കൽപ്പിക്കുന്നു. ഇപ്പോൾ തന്നെ കർത്താവ് ശാരീരികമായിട്ടുള്ള രോഗങ്ങൾ, ബലഹീനതകൾ ഈ നിമിഷം തന്നെ അവരുടെ ശരീരങ്ങളെ വിട്ടുമാറട്ടെ. പൂർണ്ണമായ വിടുതൽ അവരിൽ ഇപ്പോൾ സംഭവിക്കട്ടെ. പരിപൂർണമായ വിടുതൽ ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ. കർത്താവ് എല്ലാ ബലഹീനതകളും മാറിപ്പോകട്ടെ, എല്ലാ ബലഹീനതകളും മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ. മനസ്സിനകത്ത് കിടക്കുന്ന അസ്വസ്ഥതകൾ, ബന്ധങ്ങളെ ബാധിച്ചിരിക്കുന്ന, ആമേൻ, സാമ്പത്തിക നിലയെ ബാധിച്ചിരിക്കുന്ന, ഹല്ലേലൂയ, ശാരീരികമായി ഉള്ള രോഗബാധ, ഇത് നിമിത്തം വന്നിരിക്കുന്ന അസ്വസ്ഥതകൾ, മാനസികമായ സംഘർഷങ്ങൾ മാറിപ്പോകട്ടെ. വലിയ സ്വസ്ഥത കൊണ്ട് അവരുടെ ഹൃദയങ്ങളെ നിറയ്ക്കുന്നതിനായി സ്തോത്രം. ആശ്വാസം അവരുടെ ഹൃദയങ്ങളെ നിറയ്ക്കുന്നതിനായിട്ട് നന്ദി കർത്താവ്. ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന കർത്താവ് സമൃദ്ധിയാൽ നിറയ്ക്കണം, മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് മാനിച്ചിരിക്കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ഗാഡ്. കർത്താവ് നിങ്ങളെ തൊട്ട് കഴിഞ്ഞിരിക്കുക. യെസ്, യഥാർത്ഥ ശബത്ത്, യഥാർത്ഥ സ്വസ്ഥത അനുഭവിക്കുന്ന ഒരു നാളുകളായി നിങ്ങളുടെ ജീവിതത്തെ കർത്താവ് മാറ്റട്ടെ. ഗാഡ് ബ്ലസ് യു. ആമേൻ.